കൈ അങ്ങ് തുറന്നൊക്കെ ആ പാലയിൽ പിടിച്ചോ. ജോലിയിൽ സ്ട്രെസ്, പഠിക്കാൻ സ്ട്രെസ്, അങ്ങനെ എവിടെ നോക്കിയാലും സ്ട്രെസ്. ഇതൊക്കെ ഒരു മോചനം വേണ്ടേ, ഒന്ന് റിലാക്സ് ചെയ്യണ്ടേ? ആ റിലാക്സേഷൻ പക്ഷികളുടെ കൂടെ ആയാലോ? അതിന് പറ്റിയൊരു സ്ഥലമാണിത്, GP എക്കോട്ടിക് ലാൻഡ്. ഈ കാണുന്നതാണ് പക്ഷികളുടെ വിശാലമായ ലോകം. ഇത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങി ഒരു കാപ്പി കുടിക്കണമൊക്കെ തോന്നിയാൽ ഈ കാണുന്ന കാപ്പികളുടെ കുരു തന്നെ വറുത്ത് പൊടിച്ചെടുത്ത നല്ല ഓർഗാനിക് കോഫി കിട്ടും. ഇനി അതല്ല, ഗെയിംസ് എന്തെങ്കിലുമൊക്കെ കളിക്കണം തോന്നിയാൽ അതിന് പറ്റിയുള്ള വെറൈറ്റി ടൈപ്പിലുള്ള ബോർഡ് ഗെയിംസുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊന്ന് കണ്ടോ. മാനന്തവാടി കാട്ടിക്കുളത്തിനടുത്തുള്ള ചേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ GP എക്കോട്ടിക് ലാൻഡ് വരുന്നത്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. വെയിറ്റ് ഓടി അങ്ങ് പോകരുത്. അതിന് മുൻപ് ഒന്ന് കൈയൊക്കെ കഴുകിയിട്ട് വേണം പോകാൻ. അതിനുള്ള സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് കൈയൊക്കെ കഴുകി, കാരണം നമ്മൾ കയ്യിലാണ് ഈ പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുക. അപ്പം അവർ കയ്യിൽ വന്നിരിക്കും. അപ്പം നമ്മുടെ കൈയൊക്കെ വൃത്തിയായിരിക്കണം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. താഴെയൊക്കെ പക്ഷികളുണ്ടാവും, സൂക്ഷിക്കുക. പോട്ടെ, കൈ അങ്ങ് തുറന്നൊക്കെ കൈ കാണിച്ചോ. രണ്ട് കൈ കാണിക്കും. രണ്ട് കൈ കാണിക്കും. ഫുഡ് കളയണ്ട. ഓണത്തോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പക്ഷികളായിട്ടുള്ള ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഓണത്തോഫൈൽ എന്ന് വിളിക്കുക. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഓണത്തോഫൈലുള്ള ആളുകൾക്ക് പറ്റിയൊരു സ്ഥലമായിരിക്കും ഇത്. പക്ഷികളെ ഇഷ്ടപ്പെടുന്ന, പക്ഷികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഒരു പറ്റിയ സ്ഥലം. പക്ഷേ പക്ഷികളെ പേടിയുള്ള, അതായത് ഓണത്തോഫോബിയുള്ള ആളുകൾക്ക് പോലും വന്നിരിക്കാൻ പറ്റുന്ന, വളരെ റിലാക്സ്ഡ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നടക്കാനും. കാലിൻ്റെ ചുവട്ടിലൊക്കെ പക്ഷികളുണ്ടാവും. തലയിലും കയ്യിലും നമ്മൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും, തലയിൽ വന്നിരിക്കും. ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടാവും, നമ്മളിതിനെ കൊത്തുവോ കടിക്കുവോ മാന്തോ അങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാവും. പക്ഷെ ഒന്നും പേടിക്കാനില്ല. പിന്നെ ഇവർ ഇങ്ങനെ ഇരുന്ന് എൻ്റെ തല എന്തോ കൂടായിട്ട് അവർ കാണുന്നത് എനിക്ക് തോന്നുന്നു. സാധാരണ നമ്മൾ ഈ പക്ഷികളെ കാണാൻ മുമ്പ് ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ബാഡ് സ്മെൽ. അങ്ങനത്തെ ഒരു സ്മെല്ലും ഇവിടെയില്ല. ഭയങ്കര ക്ലീനാണ്, നീറ്റാണ്. നമ്മൾ കൈ കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. കയ്യിൽ ഇങ്ങനെ തീറ്റയും കൊണ്ട് വന്ന പക്ഷികൾ ഇങ്ങനെ വന്നിരിക്കും. ചുറ്റിലും തലയിൽ വന്നിരിക്കും, കയ്യിൽ വന്നിരിക്കും, തോളിൽ വന്നിരിക്കും. പിന്നെ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ കുഞ്ഞു പക്ഷികളുണ്ടാവും. കുറച്ച് സമയം വേറൊന്നും ആലോചിക്കാതെ, സ്ട്രെസ്സൊന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആവാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചപ്പോൾ തൊട്ട് ടെൻഷനായി. കാരണം എനിക്ക് പക്ഷികളെ ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു പക്ഷിയുടെ ഒരു തത്തയുടെ പോലും അടുത്ത് പോകാത്ത ഒരാളാണ്. അപ്പം പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കും, പേടിച്ചിട്ട് ഓടുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് വന്ന. ഞാനാണ് ഇപ്പോൾ പക്ഷികളുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. ഇവർ ഉപദ്രവിക്കൊന്നുമില്ല. നമുക്ക് ഈ പർദേശയുടെ ഓണർ ആരാന്ന് നോക്കാം. ഈ GP എക്കോട്ടിക് ലാൻഡിൻ്റെ ഓണർ അരുൺ ചേട്ടനാണിത് തുടങ്ങിയത്. ഇതിൻ്റെ ഐഡിയ എല്ലാം ചേട്ടൻ്റെയാണ്. എങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ ഒരു ഐഡിയ പക്ഷികളിലേക്ക് എത്താൻ ഉദ്ദേശിച്ചു വന്നതൊന്നല്ല. വയനാട്ടിൽ ഇല്ലാത്ത ഒരു സംരംഭം തുടങ്ങുക. ആ തുടങ്ങുന്നത് ഒരു ഫാമിലിക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ഏരിയ ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരുപാട് പ്രൊജക്ടുകളുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഈ ബേർഡ്സ് ഏവിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതൊരു പാർക്ക് കൺസെപ്റ്റ് അല്ല. നേച്ചറിൽ ബേർഡ്സ് എങ്ങനെ ലൈവായിട്ട് നടക്കുന്നോ അതേ ഒരു ആംബിയൻസിലാണ് നമ്മൾ ഇത് മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർക്കായിട്ടല്ല. കാരണം പാർക്കുകൾക്ക് ഇത്ര വൈഡ് ആയിട്ടൊരു ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവർക്ക് കേജുകളുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന കേജുകളാണ്. ഇതിലെല്ലാം അവർ പോയി എഗ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി വിരിഞ്ഞ് അവർ പുറത്തേക്ക് വരും. ഇതൊക്കെ എന്ത് പക്ഷികളാണ്? ഇതെല്ലാം സൗത്ത് അമേരിക്കൻ ബേർഡ്സുകളാണ്. ഇതെല്ലാം കൊനൂർ സെക്ഷനിലുള്ള ബേർഡ്സ് ഉണ്ട്. അങ്ങനത്തെ ബേർഡ്സ് മാത്രമേ അല്ല, ഒരുപാട് കോക്ടൈൽസ് ഉണ്ട്. ഫിഷർ ലവ് ബേർഡ്സിന്റെ ബാച്ചുകളുണ്ട്. കൊനൂർ ഇതിൽ ഒരാൾക്ക് മാത്രമാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മാത്രമാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതാണ് സ്പെഷ്യൽ. കാർലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് കാർലോസിന്റെ സ്പെഷ്യാലിറ്റി? കാർലോസിന്റെ മേത്ത് ഒരു 7-8 കളറൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനത്തെ വേറൊരു ഐറ്റം ഇവിടെ ഇല്ല. അത് സിംഗിൾ പീസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് കിട്ടത്. ബാക്കി എല്ലാ 2-3 കൂടുതലൊക്കെ ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് വെറൈറ്റി ആയിട്ടുള്ളത്. പിന്നെ 6 മണിക്കാണ് ഇവർക്ക് ശരിക്കും ഫുഡ് കൊടുക്കുക. ആ സമയത്ത് ഇവർ 6 മണിക്ക്, അതായത് വൈകുന്നേരം 6 മണിക്ക് ഈ കൂട്ടിൽ ഒരു പക്ഷീനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവരെല്ലാം ഈ ബോക്സുകളിൽ കയറും.
ഓ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണോ അല്ല, അതോ അവർക്ക് അവരങ്ങനെ ഓട്ടോമാറ്റിക് ആയോ? ഇവർക്ക് എല്ലാവർക്കും ഓരോരോ കേജുകളുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഇവർ പോകും. അതേപോലെ രാവിലെ 6 മണിക്ക് ഇവരെല്ലാം ഇതേപോലെ തിരിച്ചിറങ്ങി വരും. അപ്പൊ അവര് ഭയങ്കര എൻജോയ് ചെയ്ത് അവരുടെ ലൈഫാണ്. അവരെ ഇങ്ങനെ കൂട്ടിൽ അടച്ചു വെച്ചേക്കുന്നത്. അല്ല, ഇത്ര ഒരു വൈഡ് ഏരിയ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സൺലൈറ്റും കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ഇത് കൊടുത്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അടച്ചു മൂടിയ ഒരു റൂമൊന്നുമല്ല, നല്ലപോലെ പ്രകാശവും അതേപോലെ ഒക്കെ കയറുന്ന ഒരു കേജ് തന്നെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. എത്ര എണ്ണം ഉണ്ട്? ഇത് നമുക്കിവിടെ ഇപ്പോൾ ഒരു 45-50 ഉണ്ട് ബേർഡ്സ്. സമയം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് നമ്മൾ വിസിറ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ആ സമയത്ത് ഒരു ഫാമിലിയാണ്, ആ ഫാമിലിക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഈ കേജ് മൊത്തമായിട്ട് കൊടുക്കുക. അപ്പൊ അവർക്ക് അത്രത്തോളം ഹാപ്പി ആയിട്ട് അവരുടെ മാത്രം ഒരു ക്ലിക്ക് കൂടെ ആക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. നല്ല ഐഡിയ. ഇതേപോലെ തന്നെ നമുക്കിനി ഒരു ഫിഷിന്റെ ഉണ്ട്, ഫിഷ് കയ്യിൽ വന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇവിടുത്തെ മെയിൻ ആളെന്ന് പറയുന്നത് മാർക്ക് എന്ന് പറയുന്ന ഒരാളാണ്, ഇഗ്വാന. അത് ബ്ലൂ കളറാണ്. അവനെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പരിചയപ്പെടാം. ആ വാലെ പിടിച്ചിരുന്നോ? മുല്ലപ്പൂ ആ വാലയിൽ പിടിച്ചോ? ഇതാണ് മാർക്ക്, ബ്ലൂ കളർ ഇഗ്വാന. റയർ ഐറ്റം ആണ്. ഇതാണ് ഇവിടുത്തെ VVIP. ആളുകളോട് ഭയങ്കരമായിട്ട് ഇണങ്ങും, നമ്മളൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടം വരെയല്ലേ പെർമിഷൻ? ഇത്ര കൈ കയറി തലേ കയറി ഇരിക്കും, അത്രേ ഉള്ളൂ. അവിടെ കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഇരുന്നോളും. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ഒരു ഭയം. ഇത് എത്ര നാളാ ചേട്ടാ ഇവിടെ? ഇവരിപ്പോ 1 വയസ്സാവുന്നേ ഉള്ളൂ. ഇതിനെ കണ്ട് പേടിച്ച് ഇവിടുന്ന് ഓടി ഇറങ്ങി പോയവരൊക്കെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇപ്പം പക്ഷികളുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ തന്നെ ഒരു കഫേ ഉണ്ട്. ആ കഫേന്റെ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാന്റിൽ നിന്നുള്ള കോഫി പറിച്ച് ഇവിടെ ലൈവായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കോഫി നമ്മളാക്കി തരുന്നതാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ബോർഡ് ഗെയിം സെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കാണുന്ന പോലെ അല്ല, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റപ്പ്. പക്ഷിക്കൂട് മാത്രമല്ല, ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഗെയിംസിനുള്ള സെഷൻ ഉണ്ട്, ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവിടെയുള്ള ഈ കാപ്പിക്കുരു അറുത്ത് പൊടിച്ച് അത് ഇവിടെ വരുന്നവർക്ക് ആ ഉണക്കിയ കാപ്പി റോസ്റ്റ് ചെയ്ത് വെച്ച ബീൻസ് നമ്മൾ ലൈവായിട്ട് ഇവിടെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് കോഫി മേക്ക് ചെയ്ത് കൊടുക്കുക. ഫുൾ ഓർഗാനിക്. അത് അവർക്ക് കണ്ടോണ്ട് നിൽക്കാം. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പക്ഷി കൂട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അത് അതിനെ കൂട് കൂട്ടാൻ അനുവദിച്ചിട്ടേക്കാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും കോഫി കുടിക്കാനും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്ര പേർക്ക് വേണമെങ്കിലും വരാം. ഇവിടെ എത്ര പേർക്ക് വേണമെങ്കിലും വരാം. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്, കൊടുക്കുന്നതാണ്. ഇവിടെ ടൈം ലിമിറ്റ് ഉണ്ടോ? അതുപോലെ രാവിലെ ഇത് രാവിലെ 8 to വൈകിട്ട് 6 മണി വരെ. ഫുൾ ക്ലോസിംഗ് ടൈം നമുക്ക് 6 o'clock ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം. ബുക്കിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാംസ് വേണമെങ്കിൽ ഇവിടെ സ്റ്റേജ് ഉണ്ട്, നമുക്ക് അതെടുത്തിട്ട് നമുക്ക് ബുക്കിംഗ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ബർത്ത്ഡേയോ ചെറിയ ചെറിയ വീട്ടിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ചിലവ് കുറച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ.